നീ എന്നെ സ്നേഹിക്കുന്നുണ്ടോ എന്ന് കർത്താവ് ചോദിച്ചു. ഞാൻ അങ്ങയെ സ്നേഹിക്കുന്നുവെന്ന് പത്രോസ് മറുപടി പറഞ്ഞു. നീ എൻ്റെ കുഞ്ഞാടുകളെ മേയിക്കുക എന്ന് കർത്താവ് പറഞ്ഞു. സിസ്റ്റർ ഇന്ന് വലിയ സന്തോഷത്തിലാണല്ലോ. എന്തിനാണ് ഈ പൂക്കൾ? എത്ര കുട്ടികളുണ്ടാവും അവളുടെ വയറ്റിൽ? 3 അല്ല 4. എന്ത് രസമായിരിക്കും സ്വന്തം മക്കൾ. സ്വന്തം. ഇതാർക്കും തരില്ല, ആരും മോഹിക്കണ്ട. എന്താണ് കാര്യം? നിനക്കെന്റെ സുഖപ്രസവാശംസകൾ. സിസ്റ്റർ ഒന്ന് നിൽക്കൂ. അവരുടെ മുഖം കണ്ടിരുന്നുവോ? ഗ്യാസ് അടുപ്പിൽ മുഖം വെച്ച് പൊള്ളിച്ചു സ്വയം. സിസ്റ്റർ എന്നറിയപ്പെട്ടത് യൂദിത്ത് എന്നാണ്. സേനാധിപനെ വശീകരിച്ചു കൊന്ന് അസീറിയക്കാരിൽ നിന്ന് ഇസ്രായേലികളെ മോചിപ്പിച്ചവൾ. പക്ഷെ മറ്റുള്ളവരുടെ മുന്നിൽ സിസ്റ്റർ വെറും വശീകരിക്കുന്നവൾ മാത്രമായിപ്പോയി. പൊറുതി മുട്ടിയിട്ടാണ് സിസ്റ്റർ ശരീരം വികൃതമാക്കി കളഞ്ഞത്. എന്നെ ഓർക്കുന്നില്ലേ? സിസ്റ്റർ ഡിഗ്രി ഫസ്റ്റ് ഇയറിന് പഠിക്കുമ്പോൾ ഞാൻ PG ഫൈനൽ ഇയറിനുണ്ടായിരുന്നു RMSൽ. സിസ്റ്റർ PhDയും MPhilലും ഒക്കെ എടുത്തായി പിന്നെ കേട്ടു. സ്കൾച്ചറെങ്കിലും ഡിഗ്രി എടുത്തല്ലോ. ഒരു ജോലിക്ക് ശ്രമിച്ചൂടെ? ഏതെങ്കിലും കോളേജിൽ എളുപ്പത്തിൽ കിട്ടും സിസ്റ്റർക്ക്. നോവീസൊക്കെ കഴിഞ്ഞ് തന്നെയല്ലേ സിസ്റ്റർ ഇവിടം വരെ എത്തിയത്? കഠിന മിണ്ടടക്കം കണ്ട് ചോദിച്ചു പോയതാണ്. സിസ്റ്റർ ഒന്ന് നിൽക്ക്. വേറൊരു കോൺവെന്റിലായിരുന്നെങ്കിൽ സിസ്റ്ററുടെ ഈ ദിവസം ഇങ്ങനെ ആകുമായിരുന്നില്ല. വലിയ ആഘോഷങ്ങളൊക്കെ ഉണ്ടായേനെ. സിസ്റ്ററുടെ നിത്യവ്രത വാർഷിക ദിനമാണല്ലോ ഇന്ന്. എൻ്റെ അഭിനന്ദനങ്ങൾ. ഇന്ന് എൻ്റെ നിത്യവ്രത വാർഷിക ദിനമല്ല, എൻ്റെ വിവാഹ വാർഷിക ദിനമാണ്. എൻ്റെ ഓരോ കുർബാനയും അവിടത്തേക്കുള്ള ആലിംഗനങ്ങളായിരുന്നു. അവിടുന്ന് എനിക്ക് ചാർത്തിയ വിശുദ്ധമായ താലി അതാണിത്. നിന്റെ അധരം ചെന്നൂല് പോലെയാണ്. നിന്റെ മൊഴികൾ മധു ഊറുന്നതാണ്. നിന്റെ പ്രേമമാകട്ടെ വീഞ്ഞിനേക്കാൾ മാധുര്യമുള്ളതും. മൂടുപടത്തിനുള്ളിൽ നിന്റെ കവിൾത്തടങ്ങൾ മാതളപ്പഴ പകുതികൾ പോലെയും. നിന്റെ വസ്ത്രങ്ങളുടെ തൂമണം ലബനോണിലെ സുഗന്ധദ്രവ്യം പോലെയുമാണ്.
എൻ്റെ പ്രാണപ്രിയനെ രാത്രിയിൽ ഞാൻ കിടക്കയിൽ അന്വേഷിച്ചു, കണ്ടില്ല. ഞാൻ അവനെ വിളിച്ചു, ഉത്തരം കിട്ടിയില്ല. ഞാൻ എഴുന്നേറ്റ് നഗരത്തിലും തിരുവീഥികളിലും തുറസായ സ്ഥലങ്ങളിലും അന്വേഷിക്കും. ഞാൻ അവരെ കടന്നുപോയതേയുള്ളൂ. അതാ എൻ്റെ പ്രാണപ്രിയൻ, അതാ എൻ്റെ പ്രിയന്റെ സ്വരം, അതാ മലമുകളിലൂടെ കുതിച്ചു ചാടിയും കുന്നുകളിൽ തുള്ളിച്ചാടിയും അവൻ വരുന്നു. എൻ്റെ മണവാട്ടി, നീ എൻ്റെ ഹൃദയം കവർന്നിരിക്കുന്നു. മൂടുപടത്തിനുള്ളിൽ നിന്റെ കണ്ണുകൾ ഇണപ്രാവുകളെ പോലെയാണ്. നിന്റെ സ്തനങ്ങൾ ലില്ലികൾക്കിടയിൽ മേയുന്ന ഇരട്ട മാൻകുട്ടികളെ പോലെയാണ്. എൻ്റെ ആത്മനാഥൻ എൻ്റേതാണ്, ഞാൻ അവൻ്റേതും. വെയിലാറി നിഴലുകൾ നീളും മുൻപേ എൻ്റെ പ്രിയനെ വരിക. അവിടുന്ന് എന്നെ അത്ഭുതപ്പെടുത്തുന്നു നാഥ. നിന്റെ ഹൃദയം പൂർണ്ണമായും എനിക്ക് തരില്ലേ? നിന്നെ പൂർണ്ണമായും എനിക്ക് സമർപ്പിക്കില്ലേ? എൻ്റെ ശരീരത്തിലൂടെ മധുരമുള്ള പുഴ ഒഴുകുന്നു. മറ്റു സിസ്റ്റർമാർക്കൊന്നും ഇല്ലാത്ത എന്ത് പ്രത്യേകതയാണ് നിനക്കുള്ളത്? നീ എവിടെയായിരുന്നു? മൗനം അഭിനയിച്ചിട്ടൊന്നും ഒരു കാര്യമില്ല. പറഞ്ഞേ ഒക്കൂ. നിന്റെ ഈ നിഗൂഢ സ്വഭാവം അവസാനിപ്പിക്കുന്നതാണ് നല്ലത്. ശരി, ഞാൻ പ്രൊവിശാളമ്മയ്ക്ക് എഴുതുന്നുണ്ട്. നിനക്കിവിടെ ഗെത്സേമനി, ഈശോയ്ക്ക് ഗെത്സേമനി എவ்விதമായിരുന്നോ അതുപോലെയാണ് നിനക്ക് ഈ കോൺവെന്റ് എന്ന് ഞാൻ എഴുതിക്കോളാം. അതിനെനിക്കിവിടെ ഒരു മനോപീഠയും ഇല്ല മദർ. ഞാൻ സുപ്പീരിയറായ കോൺവെന്റിലെ സിസ്റ്റർ എൽസിറ്റ വേണ്ട. സഭ ഈശോയുടെ ശിരസും മറ്റെല്ലാം അവയവങ്ങളും. കോൺവെന്റ് മാറിയതുകൊണ്ട് അവയവം അവയവമല്ലാതാകുന്നില്ലല്ലോ. വായ തുറന്ന സുവിശേഷം. എനിക്കിപ്പോഴറിയണം, ഇന്നലെ രാത്രി നീ എവിടെയായിരുന്നു? ഞാൻ ഈശോയുടെ കൂടെയായിരുന്നു മദർ. ആഹാ, ഈശോടൊപ്പോ? നിന്റെ കൂടെയോ? ഈശോ എവിടെന്ന് വന്നു? ആകാശത്തുനിന്ന് പറന്നു വന്നതായിരിക്കും. ഡോക്ടർ അച്ഛന് മാത്രമേ ഇനി നിന്റെ കാര്യത്തിൽ എന്തെങ്കിലും ചെയ്യാനാവൂ. ചാപ്പലിലേക്കുള്ള നിന്റെ തിരുരൂപം ഇനി വേണ്ട. പൂർത്തിയാകാറായി മദർ. പറഞ്ഞത് കേട്ടില്ലേ? നിന്റെ തിരുരൂപം ഇനി ഇവിടെ വേണ്ട. പോ. മദർ എന്നെ വിലക്കിയിരിക്കുന്നു. വലിയ തിരുരൂപം വേണമെന്ന് ഞാൻ ആഗ്രഹിച്ചത് തെറ്റായിപ്പോയോ? അവിടുന്ന് എനിക്ക് അടയാളം കാട്ടിത്തരൂ.
മദർ എന്തു പറഞ്ഞു? ഈശോയോട് ഞാൻ അപേക്ഷിച്ചു, സ്നേഹവും കരുത്തും തന്നെ ശക്തിയാക്കാൻ. താഴ്ന്നു കൊടുക്കും തോറും ചവിട്ടി ചവിട്ടി താഴ്ത്തും. അതാ മദറിന്റെ സ്വഭാവം. സിസ്റ്റർ ഒറ്റ ചെയ്തുകൊണ്ട് ഒന്ന് കുത്തി നോക്കാം എന്നൊരു ധൈര്യം ഇവിടെ പലർക്കും ഉണ്ട്. തീവ്രമായ പരീക്ഷണങ്ങൾ എനിക്ക് നേരിടേണ്ടി വന്നിട്ടുണ്ട്. എന്റെ കണ്ണീർ വീണ് നനയാത്ത ഒരിടവും അക്കാലത്ത് കോൺവെന്റിൽ ഉണ്ടായിരുന്നില്ല. കരഞ്ഞ് കരഞ്ഞ് എത്രയോ രാത്രികളിൽ ചാപ്പലിൽ തന്നെ ഞാൻ വീണുറങ്ങിയിട്ടുണ്ട്. അന്നും ഇന്നും എനിക്ക് കൂട്ട ഒരാളേ ഉള്ളൂ, ഈശോ. എത്ര കോടി ജനങ്ങൾ അപ്പുറത്തുണ്ടെങ്കിലും ഇപ്പുറത്ത് ഈശോ ഉണ്ടായാൽ മതി. സിസ്റ്റർ ശരിക്കും ഒരു സങ്കല്പ ലോകത്തിലാണ്. ഞാനത് മുമ്പും പറഞ്ഞിട്ടുണ്ട്. ഇറാഷണൽ തോട്ടിന് അടിമയാണ് സിസ്റ്റർ. ഡെലൂഷണൽ ഡിസോർഡർ. സങ്കല്പിക്കുക, സങ്കല്പിച്ചത് തന്നെ വീണ്ടും സങ്കല്പിക്കുക. ഐ കാൺട്ട് ബട്ട് ഓൺലി സിമ്പത്തൈസ് വിത്ത് യു. ഈശോയ്ക്കെതിരെയാണ് സിസ്റ്റർ സംസാരിക്കുന്നത്.